വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ. ലയൺസ് ക്ലബ് ഓഫ് വില്ലുവാദ്രി പാമ്പാടിയുടെ നേതൃത്വത്തിൽ റീജിയണൽ ചെയർപേഴ്സൺ വിസിറ്റും മെറിറ്റ് ഡേയും ഫാമിലി മീറ്റും തിരുവല്ലോമല ആനമല റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു. യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് ചീരാത്ത് അധ്യക്ഷനായി. ക്ലബ്ബ് പ്രസിഡന്റ് മനോജ് ചീരാത്തിന്റെ അധ്യക്ഷതയിലാണ് തിരുവല്ലോമല ആനമല റിസോർട്ടിൽ പരിപാടി സംഘടിപ്പിച്ചത്. ഈ സീരീസിലെ അല്ലെങ്കിൽ ഈ ലയണിസ്റ്റിക് ഇയറിലെ നമ്മൾ എൻഡ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ മാസമാണ് ലയണിസ്റ്റിക് ഇയറിലെ ഈ ജൂൺ മാസമാണ് അവസാന മാസം. നെക്സ്റ്റ് ജൂലൈ 1-ാം തീയതി മുതൽ നമ്മൾ അടുത്ത ലയണിസ്റ്റിക് ഇയർ തുടങ്ങാൻ പോവുകയാണ്. അതിലേക്കുള്ള പ്രവർത്തനങ്ങളും അടക്കം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്ലബ്ബിൽ നിന്നായാലും ശരി, ഡിസ്ട്രിക്റ്റിൽ നിന്നായാലും റീജിയനിൽ നിന്നും സോണിൽ നിന്നും ഒക്കെ നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ വർഷത്തെ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 12 മാസത്തിൽ നമുക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് പ്രവർത്തനങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. നമ്മളാൽ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് കഴിയുന്ന നമ്മുടെ അടുത്ത് ഒരുപാട് റിക്വസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട്. നമ്മൾ ഒരുപാട് ആൾക്ക് വീട് വെച്ച് കൊടുക്കാറുണ്ട്. ഇഷ്ടംപോലെ പ്രൊജക്ടുകൾ നമ്മൾ ചെയ്യാറുണ്ടെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ മനസ്സിന് സന്തോഷം തരുന്ന, നമുക്ക് ആസ് എ ലയൺ വി സെർവ്, നമ്മുടെ മോട്ടോ നമ്മൾ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഇഷ്ടം പോലെ സർവീസുകൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ലയൺ ഗോപി ചക്കുന്നത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ ചെയർപേഴ്സൺ എന്ന നിലയ്ക്ക് എൻ്റെ അവസാനത്തെ പരിപാടിയാണ്. ഇനി ഞാൻ വേറൊരു പോർട്ട്ഫോളിയോയിൽ അടുത്ത വേറൊരു നാടകം, ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ കിട്ടുന്ന വേഷത്തിൻ്റെ മറ്റൊരു വേഷമാണ് 2026-27 കിട്ടാൻ പോകുന്നത്. പക്ഷെ എന്ത് തന്നെ വേഷം കിട്ടിയാലും ഞാൻ മനസ്സിലാക്കുന്നു, എൻ്റേതായ വിശ്വാസങ്ങളിൽ സമൂഹത്തെ സേവിക്കാതെ നമ്മൾ എന്തെല്ലാം നേടിയാലും, ആരായാലും ഡോക്ടറായാലും എഞ്ചിനീയർ ആയാലും വലിയ കോടീശ്വരനായാലും പിടിച്ചും പറിച്ചും അല്ലെങ്കിൽ എങ്ങനെ ആർജിച്ചതും ആയാലും എന്തൊക്കെ നമ്മൾ നേടിയാലും സമൂഹത്തിന് ഗുണം ചെയ്യാത്ത ഒന്നും തന്നെ നമുക്ക് കൂടെ കൊണ്ടുപോകാൻ കഴിയില്ല. ഉദാഹരണം ഞാൻ പറയും, എനിക്ക് ശരീരത്തിലൊക്കെ വേദനയുണ്ട്, 2-3 കോടി രൂപ കൊടുക്കാൻ ഒരു പക്ഷേ എനിക്ക് കഴിയും. എൻ്റെ വേദനയെ കൂടുതലിരിക്കുന്ന ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റും? പറ്റില്ല. മരണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു 10-15 കോടി രൂപ കൊടുക്കാൻ ഒരു പക്ഷേ കഴിയുമായിരിക്കാം, പക്ഷെ എനിക്ക് വേണ്ടി മരിക്കാൻ ആരും തയ്യാറാവില്ല. അപ്പോൾ യഥാർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷെ എനിക്ക് എൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എന്നിൽ നിന്ന് അകറ്റാൻ കഴിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അതുമാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 16 വർഷമായി ചേലക്കര ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെൻറ്റർ എന്നൊരു പ്രസ്ഥാനം നടത്തുന്നു. ഇതിൻ്റെ കഴിഞ്ഞ 14 വർഷമായി അതിൻ്റെ അധ്യക്ഷനായി തുടരാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. ജീവിതത്തിലെ വായിച്ചതിനെല്ലാം അപ്പുറം 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സന്തോഷിക്കുന്നത്, അഭിമാനം കൊള്ളുന്നത്. ഒന്ന്, ഒരു കഴിഞ്ഞ 15-14 വർഷമായി ഏകദേശം 1600 രോഗികളുള്ള, ഞാനവരെ രോഗികളെന്ന് പറയാൻ പാടില്ല, കാരണം ആരും നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കാതെ, ക്ഷണിക്കാതെ, അവർ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാതെ കടന്നു വരുന്ന മഹാരോഗങ്ങൾ, അപകടങ്ങൾ. അതിനാൽ അവരെ മാത്രമല്ല, ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ അവർ മാത്രമല്ല അത് ബാധിക്കപ്പെടുന്നത്, അവരുടെ കുടുംബം, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സമൂഹം, അതിനെയെല്ലാം തകിടം മറച്ചുകൊണ്ട് പ്രതീക്ഷിക്കാതെ വരുന്ന ഒരു ജനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. അത് നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ, എല്ലാ ഭരണഘടനയനുസരിച്ച് എല്ലാം നമ്മെപ്പോലെ തന്നെ ജീവിക്കാൻ, ഞാൻ എങ്ങനെ ജീവിക്കുന്നു അതേപോലെ തന്നെ ജീവിക്കാൻ അവകാശപ്പെട്ടവരാണ് അവർ. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഔദാര്യമായി കണക്കാക്കാൻ നമുക്ക് കഴിയില്ല, അത് അവരുടെ അവകാശമാണ്. പക്ഷെ എന്തുകൊണ്ടോ, വിധിയായിരിക്കാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ചില വിനോദമായിരിക്കാം, അവരങ്ങനെയാണ്. അപ്പോൾ ഈ 14 വർഷമായി അവരുടെ ഇടയിൽ കടന്നു വളർന്നുകൊണ്ട് ഓരോ ദിവസവും, ഒരു ദിവസമോ 2 ദിവസമോ ഞാനവിടെ എത്തിയില്ലെങ്കിൽ അവർ ചോദിക്കും, ഇന്ന് ഗോപി സാറെ കണ്ടില്ലല്ലോ, ഗോപിയേട്ടനെ കണ്ടില്ലല്ലോ എന്ന് ചോദിക്കും. ആ ചോദ്യമാണ് എൻ്റെ നീണ്ട 68 വർഷത്തെ അല്ലെങ്കിൽ 45-46 വർഷത്തെ പൊതുജീവിതത്തിൽ ഞാൻ നേടിയെടുത്തത്. മറ്റെല്ലാം കേവലം യാദൃച്ഛികം മാത്രം. അതിനൊന്നും അധികം സമയം ആയുസുണ്ടാവില്ല. രണ്ടാമത്, ഇന്നിവിടെ ഞാൻ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയ എൻ്റെ ആയുസ് പ്രസ്ഥാനം. 2ൻ്റെയും ഉദ്ദേശവും ലക്ഷ്യവും വളരെ കൃത്യമാണ്. ഒന്നാണ് സേവനം. സമൂഹത്തിൽ ഇവിടെ ആർക്കാണോ ആവശ്യം, ആരാണോ യഥാർത്ഥ സഹായം ആവശ്യപ്പെടുന്നത്, അവരെ കണ്ടെത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ ചെന്നുകൊണ്ട് കൃത്യസമയത്ത് പ്രവർത്തിക്കാൻ ആയുസ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല ഒരു ക്ലബ്ബാണ് വില്ലുവാതിരി ലയൺസ് ക്ലബ്ബ് എന്ന് മുഖ്യാതിഥിയായി പങ്കെടുത്ത റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ വച്ച് ലയൺസ് ക്ലബ്ബ് റീജിയണൽ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്തിനെ മൊമെന്റോ നൽകി ആദരിച്ചു. ഓഫീസിലോ വീട്ടിലോ വളരെ ഭംഗിയായിട്ട് വയ്ക്കുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. തുടർന്ന് ലയൺസ് ക്ലബ്ബ് അംഗങ്ങളുടെ മക്കളിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നൽകി. പിന്നെ ഗോപിയേട്ടനെ ഞാൻ കാലങ്ങളായിട്ട് അറിയാം. ഞാൻ അന്നാണ് ഗോപിയേട്ടൻ എന്ന് പറഞ്ഞ ആളെ ഗോപി ചക്കുന്നത്ത് എന്ന് പറയുന്ന ഒരാളെ അറിയുന്നത്. ഞാൻ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ 2000 കാലഘട്ടത്തിൽ കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഗോപിയേട്ടൻ്റെ വീടും ഇതൊക്കെ ഇന്ന ആളെന്ന് പറയുന്നത്. ഞങ്ങൾ നേരിട്ട് പരിചയമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷമാണ് ഗോപിയേട്ടൻ്റെ വീട്ടിലൊന്ന് പോയത്. ഗോപിയേട്ടനെ കണ്ടു, സംസാരിച്ചു. അപ്പോഴാണ് ഗോപിയേട്ടൻ ചെറിയൊരു സംഭവമല്ല, വലിയൊരു സംഭവമാണെന്ന് മനസ്സിലായത്. വീട്ടിൽ പോയപ്പോഴാണ് കുറേ കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കുറേ കാര്യങ്ങളെ പറ്റി പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങളെ മുൻനിർത്തി ലയൺസ് ക്ലബ്ബ് വില്ലുവാതിരി പാമ്പാടിയുടെ തന്നെ കുട്ടികളുടെ ക്ലബ്ബായ ലിയോ ക്ലബ്ബ് വില്ലുവാതിരി പാമ്പാടിയെ കേരളത്തിലെ തന്നെ മികച്ച ക്ലബ്ബായി തെരഞ്ഞെടുത്തതിന്റെ സന്തോഷവും ചടങ്ങിൽ പങ്കുവച്ചു. നമ്മൾ അവിടെ പോയിട്ട് പ്രൈസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു 99% എഫേർട്ട്, അതുപോലെ നമ്മുടെ ബാക്ക് സപ്പോർട്ട് എല്ലാം നമ്മുടെ സ്പോൺസർ ക്ലബ്ബായ ലയൺസ് തന്നെയാണ്, വില്ലുവാതിരി പാമ്പാടി തന്നെയാണ്. അതിന്റെ കടപ്പാടും എപ്പോഴും ഉണ്ട്. തുടർന്നും ഇനിയിപ്പോ പറഞ്ഞ പോലെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരിക്കും ഒഫീഷ്യലി ലിയോ ഈ ടീമിന്റെ. എന്തായാലും ചേഞ്ചസ് വരും ഇതില്. സോ ഇതേ സപ്പോർട്ടും ഇതേ എൻകറേജ്മെന്റും ഒക്കെ തന്നെ ആ ടീമിന് കൊടുക്കുക. അവരും ഇതിനേക്കാളും നമ്മൾ എന്ത് വെച്ചോ അതിന്റെ മുകളിലേക്കുള്ള ഒരു മൈൽ സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുന്നുള്ള 100% ഷുവറാണ്. സോണൽ ചെയർപേഴ്സൺ രാമദാസ്, സോണൽ ലേഡി ലക്ഷ്മിപ്രിയ പ്രസാദ്, മറ്റ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നമ്മൾ സാധാരണ കാഷ്വലായിട്ട് ഇപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രീ ആയിട്ട് കാണുന്നു, നന്നായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. സോ എത്ര ബിസി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത് വേറെ ഒരു ഇത് നമുക്ക് നമ്മുടെ ക്ലബിലുള്ളത് ഒരു കുറച്ച് സമയം കഴിഞ്ഞു വെച്ചാൽ നമ്മളെല്ലാവരും ഫാമിലി മീറ്റ് നടത്തണം എന്നൊരു കമ്പൾഷൻ ഉണ്ട് നമുക്ക്. സോ അതും ഇന്നത്തെ ദിവസം തന്നെ ആവട്ടെ പറഞ്ഞിട്ടാണ് അത് ഫാമിലി മീറ്റ് നടത്തിയത്. ഇത് ഈ 2 ഇതാണ് നമ്മൾ നടന്നത്. പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഫീഷ്യലി ഈ ലയണിസ്റ്റിക് ഇയറിൻ്റെ പ്രോബബിളി ഇതായിരിക്കും നമ്മുടെ ലാസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയാം. റൈറ്റ് വിഷൻ ന്യൂസ്, തിരുവല്ലാമല. അതെ, ജലം അമൂല്യമാണ്. പക്ഷെ അത് മലിനമാണെങ്കിലോ? വെള്ളത്തിന്റെ രുചി വ്യത്യാസം, നിറവ്യത്യാസം, ഇരുമ്പിന്റെ അംശം, ക്ലോറിൻ, ചെളി ഇവയെല്ലാം വിട്ടുമാറാത്ത രോഗങ്ങൾ, മുടികൊഴിച്ചിൽ തുടങ്ങി അനേകം രോഗങ്ങൾക്ക് കാരണമാകുന്നു. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ വീട്, ഹോട്ടൽ, വ്യവസായശാലകൾ എന്തുമായിക്കൊള്ളട്ടെ, മുഴുവൻ വെള്ളവും പമ്പ് ചെയ്യുമ്പോൾ തന്നെ ഫിൽട്ടർ ചെയ്ത് അതിലെ മാലിന്യങ്ങളും ബാക്ടീരിയകളും നീക്കം ചെയ്ത് ശുദ്ധമാക്കുന്നു. കൂടാതെ അടുക്കളയ്ക്കായി പ്രത്യേകം ഡിസൈൻ ചെയ്ത പ്യൂരിഫയറും ലഭ്യമാണ്. അക്വാസ് ഫ്ലാഷ്, ഇനി ഓരോ ഡ്രോപ്പും ക്രിസ്റ്റൽ ക്ലിയർ. അക്വാസ് ഫ്ലാഷ് വാട്ടർ പ്യൂരിഫയർ, മെയിൻ റോഡ്, ചേലക്കര.